സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗീ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ നവ്യാണ് ഈ ഒരു റെസിപ്പി എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നവ്യനെ കൂടി ഓർക്കുന്നു. താങ്ക് യു നവ്യ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് ഗീ കേക്ക്. നമുക്ക് സാധാരണ കേക്ക് തയ്യാറാക്കുമ്പോൾ വേണ്ടുന്നത് പോലെ ഓയിലോ അതേപോലെ ബട്ടറോ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി ഗീ കേക്ക് തയ്യാറാക്കുന്നത്. ഗീ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കേക്ക് ടിന്നെടുത്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഗീ തേച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കാരണം നെയ്യ് ആയതുകൊണ്ട് കേക്കിൻ്റെ സൈഡ് പെട്ടെന്ന് മൊരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, അതായത് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് അധികം ആവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 50 ml നെയ്യാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം. നമ്മൾ ചൂടാക്കുമ്പോൾ ഇതൊരു എണ്ണ പോലെ അങ്ങ് ആയിപ്പോവും. പക്ഷെ അത് നമ്മളെ കേക്കിന് അത്ര നല്ലതല്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ എടുക്കുക. നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മൾ നെയ്യൊക്കെ എടുക്കുമ്പോൾ കാണുന്നില്ല, അതിലൊരു തരി ഉണ്ടാവും. അതൊക്കെ പോകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി വരണം. കഴിഞ്ഞാൽ നമ്മൾക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയും അല്പം വാനില എസൻസ് ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഒരു 30 സെക്കൻഡൊക്കെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതും കൂടി ഞാൻ ചെയ്തിട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ എടുത്തത്. അതും അല്പാൽപമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഓവനും വേണ്ട, അതേപോലെ തന്നെ ബീറ്ററൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗീ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ മുട്ടയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 60 ഗ്രാം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അധികം ഒരുപാട് അങ്ങ് കട്ടയൊന്നും ഉണ്ടാവില്ല. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കടായിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ഒക്കെ ആവും ഈ കേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡിയായി നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം.
കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയായി. ഈ കടായിൽ നിന്ന് കേക്ക് ടിന്ന് മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡിമോൾഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ബാക്ക് കണ്ടോ, അധികം കരിഞ്ഞിട്ടൊന്നുമില്ല. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള, അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.